ഞാൻ എടുക്കാൻ പോകുന്നത് തിയറം 2 ആണ്. Let V be a finite dimensional vector space with a dot product and let L from V to V be a self-adjoint linear transformation on V. Then there exists an orthonormal basis for V consisting of eigenvectors of L. അതായത് വി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിത്ത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എൽ ഫ്രം വി ടു വി എന്ന് പറയുന്നത് ഒരു സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. വിയുടെ സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് എൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൽ എന്ന് പറയുന്ന സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷനിലെ ഐഗൺ വെക്റ്റേഴ്സ് ഒരു ഓർത്തോനോർമൽ ബേസിസ് ഫോം ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ്. ബൈ ഇൻഡക്ഷൻ ഓൺ ദി ഡയമെൻഷൻ എൻ ഓഫ് വി, അതായത് വിയുടെ ഡയമെൻഷൻ എൻ ആണെന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്നിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് തിയറം പ്രൂവ് ചെയ്യണത്. ഫോർ എൻ ഈക്വൽ ടു 1 ദി തിയറം ഈസ് ട്രൂലി ട്രൂ. അതായത് എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ തിയറം ഈസ് ട്രൂലി ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് അസ്യൂം ദെൻ ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ. എൻ ഈക്വൽ ടു കെക്ക് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എൻ ഈക്വൽ ടു കെ പ്ലസ് 1 അത് ട്രൂ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ എൻ ഈക്വൽ ടു കെക്ക് അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. നെക്സ്റ്റ് സപ്പോസ് എൻ ഈക്വൽ ടു കെ പ്ലസ് 1 ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നത്തെ ലെമ്മ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് എ യൂണിറ്റ് വെക്റ്റർ v1 ഇൻ v വിച്ച് ഈസ് എൻ ഐഗൺ വെക്റ്റർ ഓഫ് എൽ ആയിരിക്കും. മുന്നത്തെ ലെമ്മ പ്രകാരം അവിടെ ഒരു യൂണിറ്റ് വെക്റ്റർ സ്മോൾ v1 ഇൻ ക്യാപിറ്റൽ വിയിലുണ്ട്. അതെന്ന് പറയുന്നത് എല്ലിൻ്റെ ഐഗൺ വെക്റ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തു ഡബ്ല്യു സബ്സെറ്റ് ഓഫ് വി ആണെന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിനെ നമുക്ക് v1 ഓർത്തോഗണൽ v1 പറന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതായത് v1നോട് ഓർത്തോഗണലായിട്ടുള്ള എല്ലാ വെക്റ്റേഴ്സിൻ്റെയും കളക്ഷനായിട്ട് എടുത്തു ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു v1 പറന്ന് പറഞ്ഞിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കൺസിഡർ ചെയ്തു എൽ ഓഫ് ഡബ്ല്യു ഇൻറ്റു v1 ആണെന്നെടുത്തു. എൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡബ്ല്യു ഇൻറ്റു എൽ ഓഫ് v1 എഴുതാൻ പറ്റും. v1 എന്ന് പറയുന്നത് ഐഗൺ വെക്ടറാണ്. അപ്പോൾ v1 നമുക്ക് λ1 v1 എഴുതി, ഡബ്ല്യു ഇൻറ്റു λ1 v1 എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു λ1 ഇൻറ്റു ഡബ്ല്യു ഡോട്ട് v1 ഈക്വൽ ടു 0 എന്ന് വന്നു. അതായത് സ്മോൾ ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്. ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? v1 ഓർത്തോഗണലാണ്, v1 പെറാണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുയും v1ഉം തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എന്താവും? v1 0 ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു ഡോട്ട് v1 ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ λ1 ഇൻറ്റു ഡബ്ല്യു ഡോട്ട് v1 എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? എൽ ഓഫ് ഡബ്ല്യു ഇൻറ്റു v1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് ഡബ്ല്യു, അതായത് എൽ ഓഫ് ഡബ്ല്യു ഡോട്ട് v1 ഈക്വൽ ടു 0, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എൽ ഓഫ് ഡബ്ല്യു എലമെൻറ്റ് ഓഫ് v1 പെറ എന്ന് പറയാൻ പറ്റും. v1 പെർ എന്ന് പറയുന്നത് എന്താണ്? ഡബ്ല്യു ആണ്. അപ്പോൾ എൽ ഓഫ് ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ഡബ്ല്യു എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് എൽ മാപ്സ് ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ ഡബ്ല്യു, അതായത് എൽ മാപ്സ് ഡബ്ല്യു ഇൻറ്റു ഇറ്റ് സെൽഫ് ആയിരിക്കും ഫോർ ഓൾ ഡബ്ല്യു എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയാൻ പറ്റും. ഒരു λ1 ഈസ് ദി ഐഗൺ വാല്യൂ ബിലോങ്ങിങ് ടു v1 ആയിരിക്കും. λ1 എന്ന് പറയുന്നത് v1 കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൊരു ഐഗൺ വാല്യൂ എന്നും പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണത് ദെൻ ദി റെസ്ട്രിക്ഷൻ ഓഫ് എൽ ടു restriction L over W of L to W maps W into capital W. നമ്മൾ എല്ലിനെ ഡബ്ല്യൂയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതും സ്മോൾ ഡബ്ല്യൂവിനെ അങ്ങോട്ട് മാപ്പ് ചെയ്യണത് ക്യാപിറ്റൽ ഡബ്ല്യൂയിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ക്ലിയർലി എൽ ഓവർ ഡബ്ല്യു സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സിൻസ് ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ v-1 ഈക്വൽ ടു കെ ആണെന്ന് പറയാൻ പറ്റും. അതായത് നമുക്കറിയാം ഡയമെൻഷൻ ഡബ്ല്യു പ്ലസ് ഡയമെൻഷൻ ഡബ്ല്യു പെർ ഈക്വൽ ടു ഡയമെൻഷൻ v ആണ്. അപ്പോൾ അതിന് നമുക്ക് ഡയമെൻഷൻ ഡബ്ല്യു എങ്ങനെ എഴുതാൻ പറ്റും? ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു ഡയമെൻഷൻ v മൈനസ് ഡയമെൻഷൻ ഡബ്ല്യു പെർ ആണെന്ന് എഴുതാൻ പറ്റും. ഡയമെൻഷൻ v നമുക്ക് ഓൾറെഡി അറിയാം കെ പ്ലസ് 1 ആണ്. അതായത് നമ്മൾ n ഈക്വൽ ടു കെ പ്ലസ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡയമെൻഷൻ v എന്ന് പറയുന്നത് കെ പ്ലസ് 1 ആയിരിക്കും. പിന്നെ ഡയമെൻഷൻ ഡബ്ല്യു പെർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് നമ്മൾ ഡബ്ല്യു ഈക്വൽ ടു v1 പെർ ആയിട്ട് എടുത്തത്. അപ്പോൾ ഡബ്ല്യു പെർ എന്ന് പറയുന്നത് v1 ആയിട്ട് വരും. v1 എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു പെർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഡയമെൻഷൻ v എന്ന് പറയുന്നത് കെ പ്ലസ് 1 ആണ്. ഡയമെൻഷൻ ഡബ്ല്യു പെർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കെ പ്ലസ് 1 മൈനസ് 1 ഈക്വൽ ടു കെ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഡയമെൻഷൻ ഡബ്ല്യു എന്തായിട്ട് കിട്ടി? കെ ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഡക്ഷൻ അസംഷൻ ഇംപ്ലൈസ് ദാറ്റ് ദർ എക്സിസ്റ്റ് v2 എക്സെട്ര vk പ്ലസ് 1 ആയിരിക്കും. അതായത് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
അതായത് ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു കെ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ അസംഷൻ എന്താ ഇംപ്ലൈ ചെയ്യണത്? ദർ എക്സിസ്റ്റ് ആൻ ഓർത്തോനോർമൽ ബേസിസ് V2 എക്സെട്ര V2 V3 എക്സെട്ര VK+1 ഉണ്ട്. അതായത് അവിടെ ഒരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ട്, V2 V3 എക്സെട്ര VK+1 ഉണ്ട് എന്ന് പറയാൻ പറ്റും. ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ W കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് L ഓവർ W ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ്, കൺസിസ്റ്റിംഗ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് L ഓവർ W ആയിരിക്കും. ബട്ട് ഈച്ച് ഐഗൺ വെക്ടർ ഓഫ് L ഓവർ W ഈസ് ഓൾസോ ആൻ ഐഗൺ വെക്ടർ ഓഫ് L ആയിരിക്കും. L ഓവർ Wൻ്റെ ഐഗൺ വെക്ടർ ഇതിൻ്റെയും കൂടെ ഐഗൺ വെക്ടർ ആയിരിക്കും, Lൻ്റെയും കൂടെ ഐഗൺ വെക്ടർ ആയിരിക്കും. സോ V1 V2 എക്സെട്ര VK+1 ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ V കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് L ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 V2 എക്സെട്ര VK+1 എന്ന് പറയുന്നത് Vയുടെ ഓർത്തോനോർമൽ ബേസിസ് ആയിരിക്കും, കൺസിസ്റ്റിംഗ് ഓഫ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് L. അതിലെന്തുണ്ടായിരിക്കും? Lൻ്റെ ഐഗൺ വെക്ടേഴ്സും കൂടെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടലി എന്ത് പറയാൻ പറ്റും? അപ്പോൾ ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റും? ദി തിയറം ഈസ് ട്രൂ ഫോർ N ഈക്വൽ ടു K+1 ആണെന്ന് പറയാൻ പറ്റും. തിയറം 2 ആണ് പ്രൂവ് ചെയ്തത്. അതായത് കെക്ക് നമ്മൾ ട്രൂ ആണ് അസ്യൂം ചെയ്തിട്ട് K+1 ഇപ്പോൾ എന്താണെന്ന് കിട്ടി? റിസൾട്ട് ട്രൂ ആണ് കിട്ടി. അപ്പോൾ ദി തിയറം ഈസ് പ്രൂവ്ഡ്. തിയറം 2 കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. Let S be the hyperboloid -x1 square plus x2 square plus x3 square equal to 1 in R3 oriented by n of p equal to p, -x1 by norm p, x2 by norm p, x3 by norm p. p equal to x1 x2 x3 element of S ആയിരിക്കും. അതായത് S എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോളോയിഡ് ആണ് ഇൻ R3-ലെ, ഓറിയൻറ്റഡ് ബൈ n of p. n of p എന്ന് പറയുന്നത് നോർമൽ നമുക്ക് തന്നിട്ടുണ്ട്. വേർ p എന്ന് പറയുന്നത് പോയിൻറ്റ് x1 x2 x3 എലമെൻറ്റ് ഓഫ് S ആയിരിക്കും. നമുക്കറിയാം ഈ സെക്ഷനിൽ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ട്. അതായത് ഫോർ പി ഈക്വൽ ടു 0 0 1 എന്നുണ്ടെങ്കിൽ എസ് പി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പി V1 V2 0 സച്ച് ദാറ്റ് V1 V2 എലമെൻറ്റ് ഓഫ് R ആയിരിക്കും. ഫോർ നോം V ഈക്വൽ ടു 1 ആൻഡ് കർവേച്ചർ ഓഫ് V ഈക്വൽ ടു V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ആയിരിക്കും. എന്താ പി ഈക്വൽ ടു 0 0 1 ആണെങ്കിൽ എസ് പി നമ്മൾ ഡിഫൈൻ ചെയ്തു. അവിടെ നോം വി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ കർവേച്ചർ ഓഫ് വി എന്ന് പറയുന്നത് V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെ ഓഫ് വി, അതായത് കർവേച്ചർ ഓഫ് വി അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ വെൻ വി ഈക്വൽ ടു പി പ്ലസ് ഓർ മൈനസ് 1 0 0 ആയിരിക്കും. അതായത് V1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ളൊരു കണ്ടീഷൻ, ഒരു പോയിന്റിലാണ് കർവേച്ചർ ഓഫ് വി എന്ത് അറ്റൈൻ ചെയ്യുന്നത്? അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. അതായത് വി ഈക്വൽ ടു പി പ്ലസ് ഓർ മൈനസ് 1 0 0. V2 അവിടെ 0 ആയിരിക്കും, പക്ഷേ V1 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ആ ഒരു പോയിന്റിലാണ് എന്ത്? കർവേച്ചർ ഓഫ് വി മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. സിമിലർലി മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണ്? വി ഈക്വൽ ടു പി 0 പ്ലസ് ഓർ മൈനസ് 1 0. അതായത് V2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1ഉം V1 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ്സിലാണ് curvature of V minimum value attain ചെയ്യുന്നത്. സോ ദി പ്രിൻസിപ്പൽ കർവേച്ചർ സെറ്റ് പി ആർ K1 of P equal to -1 K2 of P equal to +1 എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് തിയറം 3 ആണ്. Let S be an oriented n surface in Rn+1. Let P element of S and let K1 of P, K2 of P, etc. Kn of P be the principal curvatures of S at P with the corresponding orthogonal principal curvatures directions V1, V2, etc. Vn. അതായത് എസ് എന്ന് പറയുന്നത് Rn+1-ലുള്ളൊരു ഓറിയൻറ്റഡ് എൻ സർഫസ് ആണ്. എന്നിട്ട് പി എലമെൻറ്റ് ഓഫ് എസ് ആണ്. K1 of P, K2 of P, etc. Kn of P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കർവേച്ചർ ഓഫ് എസ് അറ്റ് പി ആണ്. എസ്സിലുള്ള പ്രിൻസിപ്പൽ കർവേച്ചേഴ്സാണ് K1 of P, K2 of P, etc. Kn of P എന്ന് പറയുന്നത് അറ്റ് ദി പോയിൻറ്റ് പി ആണ്. അങ്ങനെയാണെങ്കിൽ വിത്ത് കറസ്പോണ്ടിങ് ഓർത്തോഗണൽ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ഡയറക്ഷൻസ്, ആ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത് V1, V2, etc. Vn ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദി നോർമൽ കർവേച്ചർ കെ ഓഫ് വി ഇൻ ദി ഡയറക്ഷൻ വി എലമെൻറ്റ് ഓഫ് എസ് പി ഈസ് ഗിവൺ ബൈ ഈ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ഓഫ് എസ് അറ്റ് പിയുടെ നോർമൽ കർവേച്ചർ കെ ഓഫ് വി ഇൻ ദി ഡയറക്ഷൻ വി എലമെൻറ്റ് ഓഫ് എസ് പി ആണ് താഴെ തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ. കെ ഓഫ് വി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഓഫ് പി ഇൻറ്റു വി ഡോട്ട് വി ഐ സ്ക്വയർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഐ ഓഫ് പി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഐ. അതെന്ന് പറയുന്നത് നോർമൽ കർവേച്ചർ ഓഫ് കെ ഓഫ് വി ആണ് ഇൻ ദി ഡയറക്ഷൻ വി എലമെൻറ്റ് ഓഫ് എസ് പി. അവിടെ തീറ്റ ഐ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ്
ഓഫ് വി ഡോട്ട് വി എ ആണ്. അതായത് ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് വി എ ആണ് എന്ത് തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ഐ എന്ന് പറയുന്ന ആംഗിൾ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കെ ഓഫ് വി ഈക്വൽ സമേഷൻ ഐ ഈക്വൽ ടു 1 to കെ ഐ ഓഫ് പി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഐ എന്ന് പറയുന്ന കണ്ടീഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് സിമ്പിളാണ്. അതായത് വി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി ഓർത്തോനോർമൽ ബേസിസ് വെക്ടേഴ്സ് v1 v2 എക്സ്ട്രാ vn. വിനെ നമുക്ക് ഓർത്തോനോർമൽ ബേസിസ് വെക്ടേഴ്സ് ആയിട്ടുള്ള v1 v2 എക്സ്ട്രാ vnൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു വി ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n വി ഡോട്ട് വി ഐ. ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയുമ്പോൾ വി ഡോട്ട് വി ഐ ഇൻറ്റു വി ഐ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n വി ഡോട്ട് വി ഐ എന്ന് പറയുന്നത് കോസ് തീറ്റ ഐ ആണ്. അതായത് തീറ്റ ഐ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് വി എ ആണ്. അപ്പം വി ഡോട്ട് വി ഐ എന്ന് പറയുന്നത് കോസ് തീറ്റ ഐ ഇൻറ്റു വി എ ആണ്. നമുക്കറിയാം കർവേച്ചർ ഓഫ് വിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ പി ഓഫ് വി ഇൻറ്റു വി ആണ്. വിച്ച് ഇംപ്ലൈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കോസ് തീറ്റ ഐ ഇൻറ്റു വി ഐനെ നമുക്ക് എൽ പി ഓഫ് വി ഐ ഇൻറ്റു വി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കോസ് തീറ്റ ഐ ഇൻറ്റു എൽ പി ഓഫ് വി ഐ ഡോട്ട് വിക്ക് പകരം കെ ഇ ഓഫ് പി എന്ന് കൊടുത്തു. കോസ് തീറ്റ ഐ ഇൻറ്റു കെ ഇ ഓഫ് പി വി ഐ ഡോട്ട് വി എന്ന് വന്നു. വി ഐ ഡോട്ട് വി എന്ന് പറയുന്നത് വീണ്ടും എന്താണ് കോസ് തീറ്റ ഐ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n കെ ഇ ഓഫ് പി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഐ എന്ന് കിട്ടി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് നോർമൽ കർവേച്ചർ കെ ഓഫ് വിൻ്റെ ഡയറക്ഷൻ വി എലമെൻറ്റ് ഓഫ് എസ് പി കെ ഓഫ് വി ഈക്വൽ ടു സമ്മേഷൻ കെ ഇ ഓഫ് പി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ഐ എന്നായിരുന്നു പ്രൂവ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.